അയ്യോ ഓ ഓ മൈ ഗോഡ്. ഹലോ മച്ചാമാരെ, അപ്പോൾ എന്തൊക്കെയാണ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഒരു നാടൻ ഫിഷിങ്ങിന് ഇറങ്ങിയതാണ്. കണ്ടോ, ചെറിയൊരു മുളവടിയും അതിൽ ചൂണ്ടയൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ്. നല്ല അടിപൊളി ഒരു സ്പോട്ടാണ് കേട്ടോ. ഇത് തമിഴ്നാട് തെങ്കാശിയിലാണ് ഈ സ്പോട്ടുള്ളത്. നല്ല വഴുക്കലുണ്ട്. അപ്പുറത്തെ സൈഡ് കടന്നിട്ട് വേണം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഒരു വെള്ളച്ചാട്ടം പോലെ ഒരു ഇതാണ്. തെങ്കാശിയിലെ കുട്രാളം വാട്ടർഫാൾസ് വളരെ ഫേമസ് ആണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്നും ഒഴുകി വരുന്ന വെള്ളമാണിത്. അതുകൊണ്ട് തന്നെ ഈ വെള്ളത്തിന് നല്ല തണുപ്പും അതേപോലെ തന്നെ നല്ല ഈ പാറകൾക്കൊക്കെ നല്ല വഴുക്കലുമാണ്. ഇവിടെ മണ്ണുപുഴു എന്ന് പറയും. അതായത് നമ്മുടെ നാട്ടിലെ മണ്ണിര തന്നെയാണ്, അതിനാണ് ഇവർ മണ്ണുപുഴു എന്ന് പറയുന്നത്. അത് ഇട്ടിട്ടാണ് നമ്മൾ ചൂണ്ട ഇടുന്നത്. ഒരുപാട് തരത്തിലുള്ള മീനുകൾ ഈ പുഴയിലുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഈ സിലോപ്പി അതേപോലെ കാർപ്പ് ഇനത്തിൽപ്പെട്ട മീനുകളാണെന്ന് തോന്നുന്നുണ്ട്. ഈ സിലോപ്പി അധികം ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എപ്പോൾ എന്ത് ബൈറ്റ് ഇട്ടിട്ട് കാസ്റ്റ് ചെയ്താലും ഇവന്മാരാണ് ഏറ്റവും കൂടുതൽ കയറി അടിക്കുക. നല്ല സൈസാ. പോയിട്ട് പോയിട്ട് ഈ ഭാഗത്ത് നമ്മൾ കൈച്ചൂണ്ടലിടുമ്പോൾ, ഇവിടെ മണ്ണിരയിൽ നമ്മൾ കൈച്ചൂണ്ടിടുമ്പോൾ കിട്ടുന്നതാണ് ഈ നമ്മുടെ നാട്ടിൽ കാരി, അതായത് കടു എന്നൊക്കെ പറയുന്ന മീൻ. അത് അത്യാവശ്യം നല്ല സൈസ് ഉണ്ടാവും. അതേപോലെ തന്നെ ഇവിടെ കിട്ടുന്ന മീനാണ് വരാലും അതേപോലെ തന്നെ ഇവിടെ ആഫ്രിക്കൻ മുഷി ഒരുപാടുണ്ട് കേട്ടോ. അതേപോലെ വരാലിൻ്റെ ഫാമിലിയിൽപ്പെട്ട വാഹയല്ല, വരാലല്ല, അതുപോലെ വേറെ ഒരു കടിയൻ വരാലും അല്ല, അതുപോലെ വേറെ ഒരു ഇതിൽപ്പെട്ട ഒരു മീനുണ്ട് ഇവിടെ. ആ മീനും ഇതേപോലെ തന്നെ അത്യാവശ്യം നല്ല ഒരു വരാലിൻ്റെ സൈസൊക്കെ വരും. ഏകദേശം ഒരു 1/4 കിലോ വരെ വരും. അങ്ങനെയുള്ള മീനും ഇവിടെ കിട്ടാറുണ്ട്. ഒരേ ടൈമിൽ 2 സിലോപ്പിയാണ്. അതിൽ സൈസ് ഉണ്ടല്ലോ അല്ലേ, അത്യാവശ്യം നല്ല സൈസ് സിലോപ്പികളാണ് കേട്ടോ. ട്രൈപോഡ് കയ്യിലില്ലാത്ത കാരണേ ഇവിടെ കണ്ടോ, ഇതാണ് അങ്ങനെ കല്ല് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഏറ്റവും നല്ല ക്ഷമ വേണ്ട ഒരു പരിപാടിയാണ് മീൻപിടുത്തം. അതുപോലെ തന്നെ നല്ല രസവുമാണ് കേട്ടോ ഈ പരിപാടി. പക്ഷേ നമ്മൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും ഇതുപോലെ മീൻ കിട്ടണം എന്നുണ്ടെങ്കിൽ. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവൻ്റെ 6 മിനിറ്റ് വീഡിയോയിൽ എങ്ങനെയാണ് ഇത്രയും കൂടുതൽ മീനൊക്കെ കിട്ടുന്നത് എന്നുള്ളത്. അപ്പോൾ ഞാനും 4 മണിക്കൂർ 5 മണിക്കൂർ വീഡിയോ എടുത്തിട്ട് അതിൽ നിന്നും കട്ട് ചെയ്തിട്ട്, അതായത് ഒരുപാട് സമയം നമ്മൾ ചുമ്മാ ഇരിക്കുന്നതും ഇതൊക്കെ കട്ട് ചെയ്തിട്ട് മീന് കിട്ടുന്ന ഭാഗങ്ങളും അതിൻ്റെ എന്താണ് ബൈറ്റ് ഇടുന്നത്, ആ കാര്യങ്ങൾ, നമ്മുടെ സ്പോട്ട് കാര്യങ്ങൾ ഇതൊക്കെ കാണിച്ച് അത്യാവശ്യം നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇതിൽ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുള്ളൂ. അയ്യോ ഓ ഓ മൈ ഗോഡ്. ആഹാ, எப்படிதான் பிடிப்போம்.
അപ്പം നമുക്ക് കിടച്ച മീനുകളാണ് ഇതൊക്കെ കേട്ടോ. ഒക്കെ സിലോപ്പികളാണ്. നല്ല ജീവനുണ്ട്. അപ്പം ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.